ഹലോ, ഇന്ന് വാട്ട ഏറ്റിനിടെയാണ്. മോർണിംഗ് ദോശ കഴിച്ചു. ഉച്ചയ്ക്ക് അശ്വതി കൊണ്ടുവന്ന ഫുഡ് കഴിച്ചു. കാരണം അവിടെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അവിടെ പോയി ബിരിയാണി കഴിക്കാമെന്നായിരുന്നു പ്ലാൻ. ബട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ തീരുമാനം മാറി. ഇവിടെ ഡ്രസ്സ്, ബുക്കുകൾ, ഫുഡൊക്കെ ഉണ്ട്. ഫുഡിലാണല്ലോ എൻ്റെ മെയിൻ കോൺസെൻട്രേഷൻ. ഇന്നലെയും ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഫുഡൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിരിയാണി കഴിക്കാൻ ഞാൻ ഐസ്ക്രീമിലെത്തിയത് കണ്ടു. അത്ര പെട്ടെന്നായിരുന്നു തീരുമാനം മാറിയത്. ഫുഡിൻ്റെ കാര്യത്തിൽ എന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഋഷി വാങ്ങിച്ച ഗുലാബ് ജാമുൻ, ശ്രുതി വാങ്ങിച്ച അവൽ മിൽക്കൊക്കെ ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ട്. അവൽ മിൽക്കിൻ്റെ ഫേവറേറ്റ് അല്ല ഒബ്വിയസ്ലി, കാരണം അതിൻ്റെ അകത്ത് പാളയംകുടം പഴം ഇട്ടിട്ടുണ്ട്. പഴമേ ഇഷ്ടമല്ല, പിന്നെ പാളയംകുടം പഴം തീരെ ഇഷ്ടമല്ലാത്തൊരു പഴം. ഷുഗർ കട്ടാ കുറെ നാളായിട്ട്. പക്ഷെ ഇന്ന് രാവിലെ ഇവരിവിടെ അടി കൂടട്ടെ. അപ്പം ഞാൻ പോയി മിച്ചർ കഴിക്കും. മിച്ചറാക്കിൽ വാങ്ങിച്ചായിരുന്നു. അതിനുശേഷം ഞാൻ കോളേജിൽ നിന്ന് ഹോസ്റ്റലിൽ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്മി എനിക്ക് ബൺ മസ്കയും മാംഗോ മൊജിട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിക്കുകയും കഴിക്കുകയും ചെയ്ത ശേഷം നമ്മൾ രാത്രിയിലത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തുപോയി. ആക്ച്വലി എൻ്റെ ഏജ് കുറച്ച് പറയുന്ന ആദ്യത്തെ സംഭവം ഒന്നുമല്ല. ഇത് പണ്ട് മുതലേ ഉണ്ട്, കുഞ്ഞിലെ മുതലേ. പ്രത്യേകിച്ച് ഡാഡിയുടെ കൂടെ പോകുമ്പോഴത്തേക്കും നമ്മൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് പൈസയപ്പോൾ കിട്ടിയ ട്രോഫിയാണല്ലോ ഞാൻ. അപ്പോൾ എല്ലാവരും അപ്പൂപ്പനെ ചെറുമോളോ എന്ന് ചോദിക്കാം. അന്ന് എനിക്ക് വലിയ പ്രശ്നമായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് അടി ഉണ്ടാക്കേണ്ട, ആടിമരയ്ക്ക് ടൈ അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിപ്പോൾ പ്രിവിലേജ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ വന്ന ശേഷം എല്ലാവരും എന്നെ വെച്ചിട്ട് എത്ര വയസ്സെന്ന് ഗസ് ചെയ്യാൻ പറയും മറ്റുള്ളവരോട്. എന്തായാലും ഇതിന് കാരണം ഏറെക്കുറെ ഹെറിഡിറ്ററി ആണ്. അപ്പോൾ ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കലുണ്ട്. നമ്മുടെ ഇന്നർ ചൈൽഡിനെ കൊല്ലാതിരുന്നാൽ തന്നെ നല്ലതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തെറ്റാ.